ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗാലറിയിലെ പ്രശസ്തനായ ചെണ്ട വാദ്യ കലാകാരൻ ശ്രീ ദോലാൽ കദളീവനത്തിനെയാണ്. അദ്ദേഹം നമുക്കറിയാം, കുറച്ചു കാലമായി ഇവിടെ കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഉള്ള ശിഷ്യരെ പഠിപ്പിച്ച് അരങ്ങേറ്റത്തിന് പ്രാപ്തരാക്കി. കഴിഞ്ഞ മാസം അവരുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു ശ്രീ മുരുകൻ ടെമ്പിളിൽ. ചെണ്ട പോട്ടെ ഏത് സാഹിത്യവും സംഗീതവും ഒരു കലകളും വളരാൻ വളരെയധികം ഡ്രൈ ലാൻഡായിട്ടുള്ള ഗാലറിയിൽ ഇത്രയും സേവനം ചെയ്യും എന്നുള്ള കാര്യം പോലും കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇത്രയും ഒരു മഹൽ കർമ്മം ചെയ്ത ശ്രീ ദോലാലിനെ ഒന്ന് ഗാലറിയിലുള്ള സഹൃദയർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള എളിയ ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. ഞാൻ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായി ഒരു പേഴ്സണലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ദോലാൽ കദളീവനം എന്നാണല്ലോ പേര്. ഈ കദളീവനം എന്താണ്? അത് ഒരു വീട്ടുപേരാണോ അതോ ഒരു സ്ഥാപനത്തിൻ്റെ പേരാണോ? എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. നമസ്തേ രാജുവേട്ട. ആദ്യമായി ഇങ്ങനൊരു സന്ദർഭം ഉണ്ടാക്കി തന്നതിൽ വളരെയധികം നന്ദി. എൻ്റെ ഗുരുനാഥന്മാർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കദളീവനം എൻ്റെ മുത്തശ്ശൻ്റെ തറവാട്ട് പേരാണ്. അപ്പോൾ ഒരു ലാസ്റ്റ് നെയിം വേണമല്ലോ. അപ്പോൾ പാസ്പോർട്ട് എടുക്കുമ്പോൾ കെ എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ കരുണാകരൻ അച്ഛൻ്റെ പേരാക്കാം, അല്ലെങ്കിൽ അമ്മയുടെ തറവാട് എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ കദളീവനം എന്നുള്ളത് മുത്തശ്ശൻ്റെ തറവാട്ട് പേരായിട്ടാണ് ഞാൻ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അന്ന് IT മേഖലയിൽ ആണല്ലോ ജോലി ചെയ്യുന്നത്. ഈ വാദ്യം ചെണ്ടമേളത്തിന് എപ്പോഴാണ് കടന്നു വന്നത്? പിന്നെ ആരായിരുന്നു ഗുരുനാഥൻ? ഇതിൻ്റെ ഈ ഒരു ചോദ്യത്തിനൊരു ഉത്തരം നൽകുമ്പോൾ എനിക്ക് എൻ്റെ നാടിനെ പറ്റി പറയാതെ വയ്യ. അപ്പോൾ എൻ്റെ നാട് മലപ്പുറം ജില്ലയിലെ പുലാമന്തോളിനടുത്തുള്ള പാലൂര് എന്ന് പറഞ്ഞ ഒരു വള്ളുവനാടൻ ഗ്രാമമാണ്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം അമ്പലങ്ങളും തിരുമാന്താകുന്ന പോലെയുള്ള അതിപ്രശസ്തമായ അമ്പലങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് അത്. അപ്പം ആ പ്രദേശത്ത് ഉണ്ടാകുന്നവർക്ക് ഒരു കലയോടുള്ള ഒരു അഭിരുചി സ്വാഭാവികമാണെന്ന് തോന്നിയിട്ടുണ്ട്. ആ പ്രദേശത്തുള്ളവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ ക്ഷേത്ര കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ആദ്യം ഉള്ളത്. അപ്പോൾ കഥകളി, ഓട്ടംതുള്ളൽ, പഞ്ചവാദ്യം, തായമ്പക, മേളം, ഇങ്ങനെ എല്ലാ കലാരൂപങ്ങളും നാട്ടിൽ സുലഭമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പറയാമല്ലോ, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൂടാതെ പാലൂരിനെ പറ്റി പ്രത്യേകിച്ചൊരു വിശേഷി പറയുകയാണെന്ന് വെച്ചാൽ, പാലൂരിലെ പ്രഗത്ഭരായിട്ടുള്ള 2 മദ്ദള വിദ്വാൻമാരുണ്ടായിരുന്നു. ഒന്ന് പാലൂര് അച്യുതൻ നായർ ആശാൻ, കേരള കലാമണ്ഡലത്തിലെ തിരുവില്ലാമല പുട്ടുപുതുവാളാശാന്റെ ശിഷ്യനായിരുന്നു. പിന്നീട് PSC നാട്യസംഘത്തിലും സദനത്തിലൊക്കെ കഥകളീനെ വിശ്വവിഖ്യാതമാക്കുന്നതിലൊരു പങ്ക് വഹിച്ച, പെർക്കഷൻ ഫോർമാറ്റിൽ പങ്കുവഹിച്ചൊരു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിലൂടെയാണ് ശരിക്കും ഞങ്ങളുടെ ദേശം അറിയപ്പെടുന്നത്. പിന്നീട് ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറയുക, അതായത് ചെർപ്പളശ്ശേരി ശിവാശാന്റെ ഒക്കെ സമകാലീനായിട്ടുള്ളൊരു വ്യക്തി. അപ്പോൾ ഗോപാലകൃഷ്ണൻ നായർ ഞങ്ങളുടെ അയൽവാസി കൂടിയാണ്. അപ്പം അദ്ദേഹത്തിനെ കണ്ടിട്ട് സ്വാഭാവികമായിട്ട് ഈ വലിയ കലാകാരന്മാരെ കാണുമ്പോൾ നമുക്കൊരു ആരാധന വരും. അപ്പം ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കൊട്ട് കാണുമ്പോഴാണ് നമുക്കൊരു കലയോടൊരു എന്താ പറയുക, അതിയായ ഒരു ആഗ്രഹം തോന്നുന്നത്. അങ്ങനെ സ്ലോലി പഞ്ചവാദ്യത്തിലാണ് ഒരു ആസ്വാദനം കൂടുതൽ ഉണ്ടായത്. കാരണം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് മദ്ദളായിരുന്നു. എനിക്കിഷ്ടവും മദ്ദളം പഠിക്കാനൊക്കെ ആയിരുന്നു. പിന്നെ അതങ്ങനെ ആസ്വാദനം എല്ലായിടത്തും പോയി പഞ്ചവാദ്യം ആസ്വദിക്കാം, മേളം എല്ലാം ആസ്വദിക്കണ്ടായി. ഇനിയിപ്പോൾ അത് അറിഞ്ഞ് ആസ്വദിക്കണം എന്നുള്ളൊരു സ്ഥിതി വന്നപ്പോൾ ഒന്ന് അത് പഠിക്കുക എന്നുള്ളൊരു തീരുമാനമായി. അത് എനിക്കൊരു 26 വയസ്സ് ഒക്കെ. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ്
ഇതിലേക്ക് വരുന്നത്. അപ്പൊ അതുവരെ എൻ്റെ വിദ്യാഭ്യാസത്തിൽ അറിയാലോ, ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വിദ്യാഭ്യാസം ഫോക്കസ് ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിലുണ്ട്. BSc മാത്സ് MCA പഠിച്ച് പിന്നീട് ജോലിയുടെ തിരക്കിലേക്കൊക്കെ പോയി തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യം, ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സമയം ലൈഫിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ പഞ്ചവാദ്യം പഠിക്കാനാണ് ആദ്യം ഒരു യോഗം ഉണ്ടായത്. അത് തിമിലയാണ് ആദ്യം പഠിച്ചത്. തിമില എന്ന് പറഞ്ഞ ഈ ഇൻസ്ട്രുമെന്റ് ഞാൻ അതില് പഠിച്ചിറങ്ങേറ്റം ചെയ്തു. അത് കോങ്ങാട് രാധാകൃഷ്ണാശാനാണ് ആദ്യത്തെ ഗുരു. പിന്നീട് ആദ്യത്തെ അന്യാരംഭം എന്ന് പറയുക ആദ്യത്തെ പ്രോഗ്രാം കരിയന്നൂരാശാന്റെ ഒരു പഞ്ചവാദ്യത്തിന് പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മഹാഭാഗ്യാണ് ആദ്യത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായത്. അത് തൃപ്രങ്ങോട് അമ്പലത്തിൽ വെച്ചിട്ട്, അതെ, തിരുവാതിരയ്ക്ക് അന്ന് പള്ളിവേട്ടയ്ക്ക് കൊട്ടാനുള്ളൊരു അവസരം എൻ്റെ ആശാൻ ഉണ്ടാക്കി തന്നു. അങ്ങനെ അവിടുന്ന് കരിയന്നൂരാശാനെ പരിചയപ്പെടും. അപ്പോൾ കരിയന്നൂരാശാൻ അതാണ് ഈ മഹാമനീഷികളുടെ ഒരു ദീർഘവീക്ഷണം എന്നൊക്കെ പറയാലോ. അദ്ദേഹം എന്നിൽ രണ്ട് കാര്യം കാണുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് എന്നുള്ളൊരു കാര്യം കണ്ടു, കലയോട് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ കണ്ടു. അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തോണ്ട് ഒരു അസൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഈ അധ്യാപന ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ലേണിംഗ് എയ്ഡ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ പഞ്ചവാദ്യത്തിന്റെ പുസ്തകം രചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിലേക്ക് ഒരു സോദാഹരണ അനിമേറ്റഡ് CD നിർമ്മിക്കാം, ഈ ടെക്നോളജി പ്ലസ് ഈ ടെക്നിക്കൽ ആസ്പെക്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനായിട്ടാണ് പിന്നെ ഒരുപാട് കാലം ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു ശരിക്കുള്ള ലേണിങ് അവിടുന്ന് മുതലാണെന്ന് തന്നെ പറയാം. അദ്ദേഹമാണ് എനിക്ക് ഇതിലെല്ലാത്തിലുള്ള പരമഗുരുവായിട്ട് ഞാൻ കാണുന്നത്. കരിയന്നൂരാശൻ, കരിയന്നൂര് നാരായണൻ നമ്പൂതിരി. പിന്നീട് ടൊറന്റോയിൽ വന്നപ്പോൾ ശ്രീനാഥ് എന്ന് പറഞ്ഞ കൊരട്ടിയിലുള്ള അദ്ദേഹം ഇവിടെ വന്നപ്പോൾ മേളം അദ്ദേഹത്തിൻ്റെ നിന്ന് അഭ്യസിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ 3 ഗുരുനാഥന്മാരാണ്. അതിൽ ഏറ്റവും പരമഗുരുവായിട്ട് കരിയന്നൂരാശാനെയാണ് കരുതുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്കും മാർഗദർശിയായിട്ടുള്ളത്. ചെണ്ടമേളത്തിൽ നമുക്കറിയാം എലത്താളം, ഒമ്പ്, ഉഴല്, അങ്ങനെ പല ഉപകരണങ്ങളുണ്ടല്ലോ. അത് ഏതൊക്കെയാണെന്ന് പരിചയം? മേളത്തില് അടിസ്ഥാനമായിട്ട് 2 തരത്തിലുള്ള ചെണ്ടകൾ. ഒന്ന് വലന്തല ചെണ്ട, അതിലാണ് ഇതിന്റെ അടിസ്ഥാന താളം പിടിക്കുന്നത്. ഇപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കിയ നമ്മളൊരു മേളത്തിന്റെ ഒരു ഫോട്ടോ വീഡിയോ കാണുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ചെണ്ടയല്ല, പിന്നിൽ നിൽക്കുന്ന, അവര് പിന്നിലാണെങ്കിലും അവരാണ് ഇതിന്റെ നിയന്ത്രിക്കുന്ന ആളുകൾ. അങ്ങനെ വലന്തല ചെണ്ടകൾ. പിന്നെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു വിഭാഗമായിട്ടുള്ള ഇടന്തല ചെണ്ടകൾ, അല്ലെങ്കിൽ ഉരുട്ട് ചെണ്ട എന്ന് പറയും. വലന്തല ചെണ്ടയ്ക്ക് വീക്കൻ ചെണ്ട എന്ന് പറയും. അത് രണ്ടുമാണ് പ്രധാനം. പിന്നെ എലത്താളം, അത് കഴിഞ്ഞ് കൊമ്പും കുഴലും. അപ്പോൾ ഇതിൽ നേതൃസ്ഥാനങ്ങൾ വഹിക്കുന്നത് ശരിക്കും പറയാന്ന് വെച്ചാൽ കുഴലും ഇടന്തല പ്രമാണിയും കൂടിയാണ്. കുഴൽ പ്രമാണിയും ഇടന്തല പ്രമാണിയും കൂടിയാണ് ഈ മേളത്തിനെ എങ്ങനെ കൊണ്ടുപോകണം, ആ നിശ്ചിത സമയത്തെ മേള എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2 ചെണ്ടകൾ, 2 ടൈപ്പ് ചെണ്ടകളും, കൊമ്പ്, കുഴല്, എലത്താളം, അങ്ങനെ 5 വാദ്യങ്ങളാണ് മേളങ്ങളിൽ സാധാരണ. കൊമ്പും കുഴലും ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെയൊക്കെ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വലന്തലയും ഇടന്തലയും എലത്താളവും മാത്രമായിട്ട് മേളങ്ങൾ ചെയ്യാറുണ്ട്. ഈ വലന്തലയും എന്ന് പറയുമ്പോഴേ അതിന്റെ ചെണ്ടയുടെ കൺസ്ട്രക്ഷനിലുള്ള വ്യത്യാസമാണോ? എന്താ ശബ്ദമാണ് അതിന്റെ ഈ വട്ടം, അതിന് ഈ കൊട്ടുന്ന സർഫസിനെ നമ്മൾ പറയാ വട്ടം എന്നാ പറയാ. തോലുകൊണ്ട് ഉണ്ടാക്കിയ വട്ടങ്ങളാണ്. അപ്പൊ വലന്തല ചെണ്ടയുടെ വട്ടങ്ങൾക്ക് കൂടുതലായിട്ടും ഒരു ബേസ് ടോണ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാദ്യമാണ് വലന്തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇടന്തല എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫൈനർ ടോൺസ് ആണ്. അതില് നമ്മളെ അക്ഷരങ്ങൾ പറയാൻ വെച്ചപ്പോൾ ണ, ക എന്നൊക്കെ ഉള്ള ഒരു ഫൈനർ ആയിട്ടുള്ള ടോൺസ് ആണ് ഇതിൽ വരുന്നത്. അങ്ങനെ 2 തരത്തിലുള്ള ചെണ്ടകൾ അതാണ്. വേറൊരു കാര്യം, നമ്മൾ ഈ ചെണ്ടമേളത്തിൽ പലതരം മേളങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ സാധാരണക്കാരന് വ്യത്യാസം അറിയില്ലെങ്കിലും പാണ്ടി, പഞ്ചാരി എന്നൊക്കെ പറഞ്ഞ് മേളങ്ങളുണ്ട്. ചിലത് ക്ഷേത്രത്തിനകത്താണ്, ചിലത് പുറത്താണ്. ഇതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? കൂട്ടത്തിൽ ആശാന് ഇഷ്ടപ്പെട്ട മേളം ഏതാണെന്നൂടെ
പറയാം? കൂടുതൽ കേട്ടിരിക്കുന്നത് 3 മേളങ്ങളാണ് എൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ. പഞ്ചാരി, പാണ്ടി, ചമ്പട. ബാക്കി അനവധി മേളങ്ങളുണ്ട്, ധ്രുവ, മഞ്ചടം. അതൊന്നും എനിക്ക് അത്ര കേട്ട് ശീലമില്ല. അതിൽ തന്നെ ശരിക്കും പഞ്ചാരി മേളാണ് ശരിക്കും നമുക്ക് പൊതുവിൽ ആസ്വദിക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു മേളം. കാരണം അതിനെ മേളരാജൻ എന്നും കൂടി വാദ്യലോകത്ത് വിശേഷിപ്പിക്കാറുണ്ട്. അതതിൻ്റെ ആ ഘടനയും അതിൻ്റെ ആ ഒരു പൂർണ്ണത ഉണ്ടല്ലോ, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് പഞ്ചാരി മേളം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അതിന് സ്വാഭാവികമായിട്ട് ആസ്വാദനം കൂടും. പിന്നെ കുറച്ചൊരു രൗദ്രഭാവമാണ് പാണ്ടിക്കുള്ളത്. അപ്പൊ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ളൊരു സന്ദർഭത്തില് പാണ്ടി തന്നെയാണ് അതിന്റെ ആ കൊലുമ്പലും പിന്നെ അതിന്റെ ആ ഒരു ത്രിപുട താളത്തിന് തന്നെ ഒരു രൗദ്രത ഉണ്ട്. അപ്പൊ ആ ഒരു താളത്തിലുള്ള അത് പാണ്ടിയും ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഹൃദയത്തിലേക്ക് അടുത്ത് നിൽക്കണ മേളം എന്ന് പറയുന്നത് എനിക്ക് ചമ്പടയാണ്. കാരണം അത് വളരെ അടിസ്ഥാനമാണ്, പഠിക്കാനും പഠിപ്പിക്കാനും സ്കെയിലപ്പ് ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള നല്ലൊരു മേളമാണ്. ഈ മേളം സാധാരണ രീതിയിൽ ഒരു മേളം എത്ര സമയം എടുക്കും ഒരു വിദ്യാമണ്ണം ചെയ്യുകയാണെങ്കിൽ? അപ്പോൾ അതിന് ക്ലാസിക് എക്സാമ്പിളായിട്ട് നമുക്ക് പഞ്ചാരി മേളത്തിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പെർഫോമൻസ് റെഫറൻസ് ചെയ്ത് പറയാം. ഇപ്പോൾ ശരിക്കും ഒരു 15 മിനിറ്റ് മുതൽ വേണമെങ്കിൽ ഒരു 4-4.5 മണിക്കൂറൊക്കെ കൊട്ടാവുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ട് ഉള്ള ഒരു മേളമാണ് പഞ്ചാരി മേളം. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി എങ്ങനെയാ വെച്ചാൽ അതിനെ 5 കാലങ്ങളായിട്ട് അതിനെ വിഭജിച്ചിട്ടുണ്ട്. ഈ 5 കാലങ്ങൾ സ്കെയിലപ്പ് ചെയ്തിട്ടാണ് ഈ മേളം ഒരു ഗോപുര ഛായയിലാണിത് കൊട്ടിക്കൂർപ്പിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരു 15 മിനിറ്റിന്റെ മേളയാണ് ആവശ്യപ്പെടുന്നുള്ളൂ വെച്ചാല് നമുക്ക് അവസാന കാലം ഒരു 15 മിനിറ്റ് കൊട്ടിയാൽ മതി. അതും ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊട്ടാനുള്ള ഘടന അതിലുണ്ട്. ഇനിയിപ്പോ ഒരു ഉത്സവത്തിനാണ്, ഒരു കാഴ്ച ശിവേലി അങ്ങനെയാണ്, അപ്പോൾ 2.5 മണിക്കൂർ 3 മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1-ാം കാലമായിട്ടുള്ള പതികാലം 96 അക്ഷരകാലം ദൈർഘ്യമുള്ള കാലം മുതൽ കൊട്ടിയാൽ 5 കാലങ്ങളിലൂടെയും കടന്ന് സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ചെയ്യണമെന്ന് വെച്ചാൽ സുഖമായിട്ട് 2.5 മണിക്കൂറൊക്കെ കൊട്ടാൻ സാധിക്കും. ഇത് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്ത് കൊട്ടുന്ന 3 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ കൊട്ടുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എടക്കുന്നി അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, തൃശ്ശൂർ ഭാഗത്തുള്ള വേറെ 1-2 സ്ഥലങ്ങളിൽ ഞാൻ കേട്ടുള്ള 4 മണിക്കൂർ വരെയൊക്കെ പഞ്ചാരിയൊക്കെ കൊട്ടാറുണ്ട് എന്നുണ്ട്. ഇതിന്റെ ഒരു ഘടന എങ്ങനെയാണ്, അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. നമുക്ക് 15 മിനിറ്റ്സ് ടു വി ക്യാൻ എക്സ്റ്റെൻഡ് ഒരു 4 മണിക്കൂർ വരെയൊക്കെ ആക്കാം. അതിനുള്ള എന്താ പറയാ ടീം അംഗങ്ങളും വേണം. അത്ര ഇപ്പൊ ദൈർഘ്യം കൂടിയ മേളത്തിന് കൂടുതൽ ആളുകൾ വേണ്ടി വരും. 5 ആളെ കൊണ്ട് അത്ര നേരം കൊട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 100 ആള് 150 ആളൊക്കെ ഉള്ള മേളാവുമ്പോൾ അങ്ങനെ കൊട്ടാൻ സാധിക്കും. ടീമംഗങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നത്, ഇവിടുത്തെ നോർത്ത് അമേരിക്കൻ അനുഭവം എങ്ങനെയാണ്? ഒരു കൊട്ടുമ്പോൾ കൂടെ ഉള്ള ടീം ആയിട്ട് നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അങ്ങയുടെ അനുഭവം? അതൊരു നല്ല ചോദ്യമാണത്. അതിന് മേ ബി ഇപ്പം എനിക്ക് തോന്നുന്നത് നാട്ടിലെ ഒരു പഠന സമ്പ്രദായവും ഇവിടെ ആവശ്യപ്പെടുന്ന ഒരു പഠന സമ്പ്രദായം തമ്മിൽ രണ്ടാണ്. വ്യത്യസ്തമായിട്ടുള്ള ഡിമാൻഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പം അത് രാജീവേട്ടൻ ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഇവിടെ ഉള്ള ഒരു ഡ്രൈ ലാൻഡിൽ എന്ന് പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂ തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും അത് ആ ഒരു വാക്കിന്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അത് ആ ഭൂമിയിലേക്ക് വേഗം വെച്ചിട്ട് പറയാം. ഒരു തരിശ് ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ കുറെ ഹിക്കപ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ ഒരു ടീമിനെ രൂപീകരിക്കുമ്പോൾ ഉണ്ടാവും. നാട്ടിലെന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഒരു വിളനിലാണ്. നമുക്ക് വിത്ത് ഭാഗ്യാൽ മതി. അതായത് ഇപ്പൊ ഒരു ഇടന്തല പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇടന്തല മാത്രം അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ അരങ്ങേറ്റം കഴിഞ്ഞോടുകൂടി മേളത്തിലേക്ക്, കാരണം അവിടെ ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് അവിടെ.
അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ പഠനം ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കുക എന്നുള്ളതല്ല, ഒരു ടീം രൂപപ്പെടുത്തുക എന്നുള്ള ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഇവിടെ തന്നെ വരും. കാരണം ഈ പറഞ്ഞ പോലെ ഒന്നും ഇല്ലല്ലോ, അതൊന്നും തുടങ്ങണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ടീമിന്റെ ഇപ്പൊ അതാണല്ലോ, ടീം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ആ ടീം ഒന്ന് ബലപ്പെട്ട് വരാന് നമ്മൾ സമയം കൊടുക്കണം. അപ്പൊ അത് ആദ്യമുള്ള മേളങ്ങളിലൊക്കെ നമുക്കത് അറിയാം, വളരെ ലഘുവായിട്ട് ലളിതമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. പിന്നീട് അതിനെ കണക്കുകളിലും ഒക്കെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പൊ കുറേശ്ശെ ടീം ഇങ്ങനെ ഒരു അടുത്തൊരു ലെവലിലേക്ക് എംബാർക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സെഗ്മെന്റാണ് കൊട്ടണ വെച്ചാല് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. നേരെ മറിച്ച് ലേണിംഗ് ഫേസിലുള്ള ഒരു സെഗ്മെന്റാണ് കൊട്ടണ വെച്ചാൽ സ്വാഭാവികമായിട്ടും പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ശിഷ്യന്മാരുടെ ഒരു അരങ്ങല്ലേ. അപ്പൊ അതിന് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു ഭയം ഉണ്ടാവും, അവര് തെറ്റാതെ അത് കൊട്ടണേ എന്നുള്ളത്. അവര് സ്മൂത്തായി കൊട്ടി തുടങ്ങിയ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ ധൈര്യത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടാവും, അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് ഓരോ സന്ദർഭത്തില് ഇപ്പൊ കുട്ടികളൊക്കെ വളരെ സ്കെയിലപ്പായി, അപ്പൊ അവരൊക്കെ വലന്തലൊക്കെ ആയിട്ട് ബാക്കിലുള്ളപ്പോ എനിക്ക് ശരിക്കും ഭയങ്കര ധൈര്യമാണ്. അപ്പൊ ഞാൻ മുന്നിൽ കൊട്ടുമ്പോൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആവും. അപ്പോ അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. പക്ഷെ പോകെ പോകെ അത് ആ ഒരു എൻവയോൺമെന്റ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആസ്വദിച്ച് കൊട്ടുന്ന ഒരു സന്ദർഭത്തിലേക്ക് എത്തും. അതെ, ഇപ്പൊ വിതച്ച വിത്തുകൾ വളർന്ന് വലുതായി തീർച്ചയായിട്ടും അവസ്ഥയിലേക്ക് എത്താം. അതെ. അത് പറയുമ്പോൾ വേറൊരു ചോദ്യമുള്ളത്, ഈ കുട്ടികളെ ഇത്രയൊക്കെ പഠിപ്പിച്ച് അന്ന് അവരെ അരങ്ങേറ്റം ചെയ്യിപ്പിച്ചു, വളരെ ചെറിയ കുട്ടികൾ തൊട്ട് വലിയ മുതിർന്നവർ വരെ എത്രയോ ആഴ്ചകളോളം ഒരു തപസ്യ പോലെ അന്ന് ഇതിൻ്റെ പിറകെ നടന്നു. അന്നേക്കും കുടുംബവും കുട്ടിയും ഒക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഇത്രയധികം കാലത്തെ പ്രവർത്തനം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഗാലറിയിൽ അങ്ങേക്ക് എത്രമാത്രം ശുഭാപ്തി വിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും അതിൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളതിലുപരി രണ്ട് ഭാഗത്ത് ഞാൻ ചിന്തിക്കുന്നു. ഒന്ന്, ഈ പഠിതാക്കളുടെ ആത്മസമർപ്പണം, അത് പഠിക്കുന്നവരായാലും അവരുടെ രക്ഷിതാക്കളായാലും അവരിതിലേക്ക് ഒരുങ്ങി വരണമല്ലോ. അപ്പം അതിനുള്ള സപ്പോർട്ട് വളരെയധികം നന്നായിട്ട് കാണുന്ന ഒരു സന്ദർഭം ഇവിടെ ഉണ്ട്. അപ്പം എപ്പോൾ ക്ലാസ് എത്ര ഡ്യൂറേഷൻ വെച്ചാലും അവർ വരും. എത്ര -55 ഡിഗ്രി ആയാലും ഒരു ക്ലാസ് സ്കെഡ്യൂൾ ചെയ്താൽ അവർ വരും. അപ്പോൾ വളരെ ആത്മസമർപ്പണമുള്ള ഒരു സംഘമായിട്ടാണ് ഇവിടെയും ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന സസ്കാച്ചുവനിലെ റജൈന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുട്ടികളിലും കാണുന്നത്. അത് ശരിക്കും വളരെ നമുക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർഭമാണ്. പിന്നീട് ഞാനൊരു ഉപകരണമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഇതിൽ തന്നെ അതിനെ പറയുന്നത്. കാരണം ഞാൻ ഈ പഠിപ്പിക്കുന്ന മെത്തഡോളജി കരിയന്നൂരാശാൻ പറഞ്ഞു തന്നൊരു വഴിയാണ്. അപ്പൊ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് നമ്മള്. അതായത് കാരണം അദ്ദേഹം ഇവിടെ കാനഡയിൽ ധാരാളം പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ട് ഇവിടുത്തെ ഒരു സമൂഹത്തിന്റെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട്. ഇവിടേക്ക് എന്താ വേണ്ടത് എന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഞാൻ ഇന്നൊരു ക്ലാസ്സാണ് നാളെ സ്കെഡ്യൂൾ ചെയ്യണത്, അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ തന്നെ പറയാം ആശാൻ ഇങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഇന്ന രീതിയിൽ അതിനെ പഠിപ്പിച്ചോളൂ. അപ്പൊ അങ്ങനെയുള്ള ഡയറക്ഷൻസും കൂടി ആവുമ്പോഴാണ് ഇത് ഇവർക്കും ലേൺ ചെയ്തിട്ട് അതിനൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ആശാന്റെ ആ ഒരു മാർഗനിർദ്ദേശം, കുട്ടികളുടെ ആത്മസമർപ്പണം ഉണ്ടാകുമ്പോൾ ശരിക്കും നമുക്ക് നല്ല ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ 2 ക്ലാസ്സുകളും. ചെണ്ടമേളം പഠിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ചും ഇതുപോലെ ഗാലറി, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉഷരഭൂമിയായ ഗാലറിയിൽ ഇത് പഠിപ്പിക്കുന്നതിൽ വെല്ലുവിളികൾ ഉണ്ടോ, തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇന്നലെ തന്നെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു ചെറിയ ഒരു ഇതിനകത്ത് ചെണ്ട കൊട്ടി
അമ്പലങ്ങളാണ് സാധുവേ നാട്ടിലാണെങ്കിൽ ഇതിനുള്ള ഒരു വേദിയുള്ളത്. ഇവിടെ അതിനുള്ള അമ്പലങ്ങളില്ല, ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെയുള്ള ചെറിയ കൺഫൈൻഡ് സ്പേസിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആസ്വാദകരുടെ കുറവുണ്ട്. ഈ ഒരു എന്താ ഇപ്പം നമ്മളെ സംബന്ധിച്ച ആസ്വദിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഇതിനൊരു കൂടുതൽ താല്പര്യം വരുന്നത്. അതിൻ്റെ ഒരു കുറവും എല്ലാം കൂടെ ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ടോ, അതോ ഇതെല്ലാം ഗ്രാജുവലി ശരിയായി കൂടുതൽ നമുക്ക് പോപ്പുലർ ആവും എന്നാണോ വിചാരിക്കുന്നത്? വെല്ലുവിളി ഇനീഷ്യലി ക്ലാസ് തുടങ്ങുന്ന ഒരു സമയത്ത് ശരിക്കത് മനസ്സിലുണ്ടായിരുന്നു. ഇതിപ്പോൾ എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല. എന്നാലും അതിപ്പോഴും ഞാൻ എൻ്റെ ആശാന്റെ വേർഡ്സാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇന്നിവിടെ ഇങ്ങനെ ഒരു എന്താ ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു മലയാളീസ്, അവരോടും കൂടി ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വന്നപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ ആശാനെയാണ്. അപ്പോൾ ആശാൻ ഇങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ അതുവരെ. അപ്പോൾ ആശാൻ പറഞ്ഞൊരു വാക്കാണ്, താൻ തുടങ്ങിക്കോളൂ, ഞാൻ കൂടെ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ധൈര്യം. അപ്പോൾ ആ ധൈര്യത്തിൽ നിന്ന് തുടങ്ങണതാണ്. അപ്പം അന്നും ധൈര്യമുണ്ട്, പക്ഷെ ഇതെങ്ങനെ കലാശിക്കുന്നൊന്നും അറിയില്ല. പക്ഷെ ഗ്രാജുവലി എന്തുണ്ടായ വെച്ചാൽ നമ്മളുടെ ഈ ഒരു കൾച്ചറ് കേരളീയ സമൂഹത്തിന് മാത്രമല്ല ഇതര സമൂഹത്തിനും അത് ഇഷ്ടപ്പെടേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പം അവരിൽ നിന്നും നമുക്ക് സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആയാലും അവരൊക്കെ സൗത്ത് ഇന്ത്യനിൽ തന്നെ വേറെയുള്ള കമ്മ്യൂണിറ്റീസിലൊക്കെ അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങനെ അരങ്ങുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലത്തെ ഒരു സാമ്പ്രദായികമായിട്ട് ഉള്ള ഒരു അരങ്ങാണോ വെച്ചല്ല. പക്ഷെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, സ്വാഭാവികമായിട്ട് അതിനൊരു മാറ്റങ്ങൾ വരുന്നുണ്ടാവും. പിന്നെ ആസ്വാദക കൂട്ടായ്മയും പറഞ്ഞ പോലെ കുറച്ച് കുറവാണ്, അത് നമ്മൾ പ്രയത്നിക്കുക. അപ്പോൾ സ്ലോലി അതിനുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് മേള ഉണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ വരുന്നൊരു പരിസ്ഥിതി ഉണ്ടാവുമെന്ന് ശുഭാപ്തി പ്രതീക്ഷ. ചെണ്ടമേളത്തിനെ പറ്റി നമുക്കറിയാം, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പാഠ്യപദ്ധതിയാണല്ലോ. ഇതര വാദ്യോപകരണങ്ങൾ, സംഗീതോപകരണങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എത്രമാത്രം മനോധർമ്മത്തിനുള്ള ഒരു സ്പേസ് ഉണ്ട്. അതായത് പുതിയ പരീക്ഷണങ്ങൾ ഈ മേളത്തിൽ എത്രമാത്രം? അത് ടെക്നിക്കലി ശരിക്കും നല്ലൊരു ചോദ്യമാണത്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ അതിൻ്റെ ഒരു ഇപ്പം നമ്മളൊരു കഥകളി എടുക്കുക, വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ആർട്ടാണ്. അപ്പോൾ അതിലൊരു കഥനെ അരങ്ങത്ത് അവതരിപ്പിക്കുമ്പോൾ അതിൽ ചിട്ടപ്രധാനമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അത് എങ്ങനെയാണോ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതൊന്ന് കടുകിട വ്യത്യാസമില്ലാണ്ട് അവതരിപ്പിക്കണം. എന്നാൽ മനോധർമ്മത്തിനുള്ളൊരു സ്പേസും ഉണ്ട് ഒരു കഥയിൽ. അപ്പം അത് വേഷക്കാരൻ്റെ അങ്ങനെയാണ് കഥകളി രണ്ടും ഉണ്ട്, മനോധർമ്മം ഉണ്ട്, ചിട്ട. അതേപോലെ തന്നെ പഞ്ചവാദ്യം. ഇപ്പൊ കൂട്ടിക്കൊട്ട് എന്ന് പറഞ്ഞൊരു ഭാഗം അതിലൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല, അത് അങ്ങനെ തന്നെ കൊട്ടണം. പക്ഷെ താളവട്ടങ്ങൾ മനോധർമ്മം ഊന്നിയിട്ടുള്ളതാണ്. പക്ഷെ മേളത്തിൽ എങ്ങനെയാ വെച്ചാൽ ഒരു 95% ചിട്ട ഉള്ളത് തന്നെയുള്ളൂ. അതിൽ മനോധർമ്മങ്ങൾക്ക് വളരെ കുറവ് സ്പേസേ ഉള്ളൂ. ഈ ഘടന എന്നൊക്കെ പറഞ്ഞത് അതാണ്, അങ്ങനെയാണ് അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ അങ്ങോളമുള്ള കലാകാരന്മാർ ഒരു അരങ്ങത്ത് വന്ന് മേളം കൊട്ടിയാൽ അത് ഒരേപോലെ ആയിരിക്കും. കാരണം ചിട്ട ഉള്ളതാണ്, അതിൽ 14 ജില്ലകളും വ്യത്യാസമില്ല. എന്നാൽ ഇപ്പോൾ തീരുകലാശം പോലെയുള്ള ഭാഗങ്ങളിൽ ചെറിയ സ്പേസസ് ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് പരീക്ഷണങ്ങൾ നടത്താമെന്നൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ ധാരാളം മേളങ്ങൾ കാണാറുണ്ട്. ഇവിടെ അങ്ങനെ അത്ര കാര്യമായിട്ടൊന്നും നമുക്കൊരു മനോധർമ്മം പരീക്ഷിച്ചിട്ടുള്ള ഒരു സന്ദർഭമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അത്ര അതിനുള്ളൊരു സ്കില്ലൊന്നും നമ്മൾക്ക് ഡെവലപ്പ് ചെയ്തിട്ടില്ല. പിന്നെ മേളത്തിൽ വക കൊട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട്, അവിടെ മനോധർമ്മങ്ങൾ കൊട്ടാം. പക്ഷെ അതും ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു പരിമിതമായ എൻ്റെ സ്കിൽസിലും അത്രയ്ക്കൊന്നും വക കൊട്ടാനൊന്നും
ഉള്ള സ്കില്ല് എനിക്കില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കഴിയുന്നതും ചിട്ടയില് ഇങ്ങനെ പോകും. അതാകുമ്പോ ഭംഗിയായിട്ട് തീർക്കാമല്ലോ. പ്രത്യേകിച്ചും ഇപ്പൊ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോ ആദ്യം ശരിയായിട്ടുള്ളത് അടിസ്ഥാനം ഉറച്ചിട്ട്. അതെ അതെ. ഈ മേളത്തെ പറ്റി നേരത്തെ പറഞ്ഞു, അവിടെ തൃപ്പറന്നോട് അരങ്ങേറ്റം ഉണ്ടായതൊക്കെ മറക്കാനാവാത്ത ഇതാണ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ നാട്ടിലോ അല്ല പ്രത്യേകിച്ച് ഇവിടെ വന്നതിന് ശേഷം മറക്കാനാവാത്ത ഓർമ്മകൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും. അത് ഒന്ന് അന്യാരും പഞ്ചവാദ്യം ആദ്യമായിട്ട് തൃപ്രങ്ങോട് കൊട്ടിയുള്ള ഒരു സന്തോഷം, അത് ഭയങ്കരമാണ്. നമ്മളെ ആദ്യത്തെ കാൽവെപ്പല്ലേ. പിന്നീട് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ ടൊറന്റോയിൽ വന്നിട്ട് നമ്മൾ കാനഡയിലേക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ജോലി സംബന്ധമായിട്ട് കിട്ടി വരുമ്പോൾ ഈ കലയൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോരുന്ന അവസ്ഥയാണ്. അതൊന്നും ഇപ്പൊ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കില്ല. പക്ഷെ ടൊറന്റോയിൽ വന്നപ്പോൾ അവിടെ ബ്രാംപ്ടൺ ഗുരുവായൂരപ്പൻ ടെമ്പിളിന്റെ പ്രതിഷ്ഠയുടെ പ്രിപ്പറേഷൻസ് ഉള്ള ഒരു സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. 2018 19 പ്രതിഷ്ഠ. അപ്പൊ അന്ന് അവിടെ ആശാൻ കരീനൂർ ആശാൻ അവിടെ റെഗുലർലി വരുന്നൊരു സമയമാണ്. അപ്പൊ ആശാന്റെയും കൂടി ഒരു നേതൃത്വത്തിൽ അവിടെ ഒരു സമാന മനസ്കരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി. എന്നിട്ട് പ്രതിഷ്ഠയുടെ സമയത്ത് അവിടെ അരങ്ങേറ്റം ചെയ്തൊരു സന്ദർഭം അത് മറക്കാൻ പറ്റില്ല. കാരണം ഒരു അമ്പലത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് കൊട്ടുക അരങ്ങേറ്റം ചെയ്യാന്ന് പറയുന്നത് അത് അങ്ങനെ എപ്പോഴും എല്ലാവർക്കും സാധിക്കണമെന്നാ തോന്നുന്നില്ല. അതൊന്ന് ആ സന്ദർഭത്തിന് അത്രയും മഹത്വമുണ്ട്. പിന്നെ അതില് വേറൊരു സന്തോഷം എന്താ വെച്ചാൽ ഞങ്ങള് മുന്നിൽ കൊട്ടുമ്പോൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വലന്തരയിലും എൽത്താളത്തിലൊക്കെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാര് നാട്ടിൽ നിന്ന് വന്നിട്ടില്ല. കരയന്നൂർ ആശാന്, തൃപ്രങ്ങോട് പരമേശ്വര ആശാൻ, ഇങ്ങനെയുള്ളവരാണ് ഞങ്ങൾക്ക് വലന്തലയൊക്കെ പിടിച്ചു തരുന്നത്. അപ്പൊ അതൊരു നമുക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ കഴിയില്ല. അവരുടെയൊക്കെ ഒപ്പം അങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടായി. അതൊരു ഗുരുവായൂരപ്പന്റെ അമ്പലത്തില് ഉണ്ടായ സന്ദർഭങ്ങൾ ശരിക്കും വളരെ സന്തോഷമായിട്ടുള്ളതാണ്. പിന്നെ ഇവിടെയും നമുക്ക് ഏറ്റവും സന്തോഷം വരും എപ്പോഴാ വെച്ചാല് അരങ്ങേറ്റങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും ഒരു ഗുരു അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് സന്തോഷമാണ്. അത് നമ്മൾ ഇത്രയും ദിവസം പഠിപ്പിച്ചിട്ട് അത് കുട്ടികള് ആ സമയത്ത് അല്ലെങ്കിൽ വലിയവരാര് അത് ഭംഗിയായിട്ട് ആ സമയത്തിന് കൊട്ടി തീർക്കാന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ചോദ്യം കൂടെ ഉള്ളൂ. ഗുരുനാഥനെ മാറ്റി നിർത്തിയാൽ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു മേള ആരാണ്? പലരും ഉണ്ട്. അതെ അതെ. പലരും ഇപ്പൊ ഗുരുനാഥന്മാരല്ലെങ്കിലും മാനസികമായിട്ട് മനസ്സാ ഗുരുവായിട്ട് സ്വീകരിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ചെർപ്പളശ്ശേരി ശിവാശാനൊക്കെ പോലുള്ള അദ്ദേഹമൊക്കെ അവിടെ പഞ്ചവാദ്യത്തിന് നടുവിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എനർജി, വളരെ ആദരവോടുകൂടി ആകാംക്ഷയോടുകൂടി നോക്കി കാണുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പിന്നെ ഇപ്പൊ യുവകലാകാരന്മാരിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഒറ്റപ്പാലം ഹരി. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കലാകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് ധാരാളം ഇങ്ങനെ ഓരോ കോൺവെർസേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ കൊട്ട് കാണാനും ഒക്കെ വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഹരി, പിന്നെ ഭരതരാജേട്ടൻ മദ്ദളത്തില്, പിന്നെ ചെണ്ടയിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്കിപ്പോ മട്ടന്നൂർ ആശാനെ പോലുള്ളവരൊക്കെ നമുക്ക് അങ്ങനെ തന്നെ നോക്കി കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഒന്ന് നമ്മള് ആ വലിയ ഗുരുസ്ഥാനീയരായിട്ടുള്ള നിരയനെ ഒഴിവാക്കിയാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മട്ടന്നൂര് ശ്രീരാജ്, ശ്രീകാന്ത്, അവര് രണ്ടുപേരും, പിന്നെ നിതീഷ്, അവരൊക്കെ വളരെ കാര്യമാണ്. അവരുടെ ആസ്വദിക്കുക, അവരുടെ വഴികളും ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഭയങ്കര നന്നായിട്ട് തോന്നാറുണ്ട്.